ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കപ്സയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസാണ്. സൽക്കാരങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അന്ന് ഗസ്റ്റിൻ്റെ മുന്നിൽ നമ്മളായിരിക്കും കേട്ടോ സ്റ്റാർ. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു റൈസിന്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഇടുന്നാലോ. അപ്പോൾ ഞാൻ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ റൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അരി എടുക്കുകയാണെങ്കിൽ അതിൽ കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ നമുക്ക് റൈസ് കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഗോൾഡൻ കളർ റൈസ് എടുക്കുകയാണെങ്കിൽ ആദ്യം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം വെള്ളം വാരാൻ വെക്കുക കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള സ്പൈസസും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പട്ടയും കുറച്ച് ഗ്രാമ്പും ഏലയ്ക്കും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പൂവും പിന്നെ 2 ഉണക്കനാരയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു 4 തക്കാളി പേസ്റ്റാക്കി എടുത്താണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റായി അരക്കരുത്, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു 2 മാഗി ക്യൂബ് ഇതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ. പിന്നെ ഒരു 2 സവാള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളകാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത്ര മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കപ്സിൻ്റെ മസാലയാണ് കേട്ടോ. ഈ ഒരു പൊടി ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. കപ്സ മസാല ഇല്ലെങ്കിൽ നമ്മൾ മന്തി മസാല ആയാലും മതി കേട്ടോ. രണ്ടും ഏകദേശം ഒരേ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത് ബിരിയാണി പോട്ടിലാണ് കേട്ടോ, കുക്കറിലല്ല. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ കാണിച്ച സ്പൈസസും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 സവാള സ്ലൈസായി അരിഞ്ഞതും ഒരു 4 പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ അലുമിനിയൻ്റെ ചട്ടി എടുത്താലും മതി. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ 4 തക്കാളി പേസ്റ്റാക്കി നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ കേട്ടോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കാം. ഇനി നല്ല പഴുത്ത തക്കാളി ഇല്ലെങ്കിൽ ആ തക്കാളിയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാതും നല്ലോണം തന്നെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കട്ട കുത്തി കിടക്കും, അപ്പോൾ ആ കയ്യിലും കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഇതേപോലെ തന്നെ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ഞാൻ കാണിച്ച കപ്സ മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കണുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഉണക്കനാരയും കൂടി ഒന്ന് ചേർത്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ മാഗി ക്യൂബ് ചേർത്തില്ലേ, അതിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടില്ല. ഇതേപോലെ വലിപ്പമുള്ളൊരു പീസ് 8 പീസായിട്ടാണ് കേട്ടോ. കടയിൽ നിന്ന് തന്നെ മേടിക്കുമ്പോൾ അങ്ങനെ കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ എങ്ങനെയും ചേർക്കാം, ഇല്ലെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചിക്കന് 2 കിലോ ഉണ്ടാവും. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 കിലോൻ്റെ റൈസിന് 1 കിലോ ചിക്കൻ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അധികം ആളുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഇത്ര ഇട്ടത്. ഇനി ചിക്കനും കൂടി ഇട്ട ശേഷം നല്ലോണം വീണ്ടും മിക്സാക്കി എടുക്കാം. ഈ ചിക്കൻ ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രമാണ് കേട്ടോ അരി എടുത്തത്. അപ്പോൾ ഒരു പാത്രത്തിന് 1.5 പാത്രം എന്ന അളവിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ 1 കപ്പ് അരിക്ക് എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് ഒന്നും കൂടി നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചിക്കൻ ഇപ്പോൾ ഒരു പകുതി വേവെങ്കിലും ഇതിലായി കിട്ടണം കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു 1/2 വേവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് ചിക്കനൊന്ന് എടുത്ത് മാറ്റിയാണ്. ഇനി നമുക്ക് ഈ ചിക്കന് ജസ്റ്റ് ഒന്ന് മസാല തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 പീസിൽ നിന്ന് 7 പീസ് മാറ്റിയെടുത്തിട്ടുണ്ട്. 1 പീസ് മാത്രം അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് ഒന്നും കൂടി ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ റൈസൊക്കെ ഒരു ഹാഫ് വേവ് ആയി വരും. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് പതുക്കെ നമ്മൾ മിക്സാക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ അരി പൊട്ടിപ്പോകും കേട്ടോ. ഇനി ഈ റൈസ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ചിക്കൻ മാറ്റി വെച്ചില്ലേ, അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കപ്സ മസാലയും കൂടി ചേർത്തിട്ട് ചിക്കനിലൊന്ന് മസാല തേച്ച് വെച്ചതാണ്. ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കന് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്താൽ മതി കേട്ടോ. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊരു 80% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ റൈസൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് നല്ല സെറ്റാക്കി അമർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനും കൂടി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തെടുക്കണില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ദം ചെയ്യുന്ന സമയത്തൊന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്, അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. ഇനി ഇതൊന്ന് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ദം ചെയ്തെടുക്കാൻ. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അതേപോലെ തന്നെ അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാൻ എത്രത്തോളം സിമ്പിളാണെന്ന്. അപ്പോൾ ഇനി എപ്പോഴും ബിരിയാണിയും നെയ്ച്ചോറും മന്തിയൊക്കെ ഉണ്ടാക്കി മടുത്തവരാണെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് വിളമ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.